ഹായ് ഹലോ എല്ലാവർക്കും ട്രാവൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ ചാനലിൽ മിക്സഡ് ഗപ്പീസിനെ പറ്റി ചെറിയൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്ട് വീഡിയോ. അപ്പോൾ അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഫ്രിഡ്ജ് ബോക്സിനകത്തുള്ള വെജിറ്റബിൾ ട്രേയുടെ അകത്താണ് ഞാൻ അതിനെ വളർത്തുന്നുണ്ടായത്. പക്ഷേ ഇപ്പോൾ അത് അത്യാവശ്യം എന്താ പറയുക ബ്രീഡായി തുടങ്ങിയതോടെ കുറച്ച് സ്പേസ് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ നല്ലൊരു സ്പേസിലേക്ക് ഇത് വളർത്താനുള്ളൊരു പ്ലാനിൽ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയാണ്, അതായത് നമ്മുടെ നാട്ടിലെ കുറച്ച് ലൈവ് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയൊരു നാച്ചുറൽ ചെറിയൊരു ബക്കറ്റ് പോണ്ട് പോലെ ഒരു സംഭവം സെറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ സ്ഥലം കണ്ടല്ലോ, നമ്മൾ പൊതുവെ ഫിഷിങ്ങിന് വരുന്ന ഏരിയ ആയിട്ട് ഇതൊക്കെ. പക്ഷേ നമ്മളിപ്പോൾ വരാറില്ല കുറേ നാളായിട്ട്. കാരണം എന്താ പറയുക, മീനുണ്ട്, പക്ഷേ എന്താ പറയുക അഴിക്കുന്നൊന്നുമില്ല, ഭയങ്കര ഷോക്കാണ്. പിന്നെ കണ്ടല്ലോ വെള്ളമൊക്കെ നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി കേട്ടോ. നമുക്കിപ്പോൾ വെള്ളം കുറച്ച് കാണാൻ പറ്റുന്നത് നമ്മളിപ്പോൾ കണ്ട ആ ഒരു ഭാഗത്ത് മാത്രമാണ്, അപ്പുറത്തെ സൈഡ് മാത്രമാണ് വെള്ളമുള്ളത് അത്യാവശ്യം. ഈ ഒരു സൈഡൊക്കെ നല്ല രീതിയിൽ കണ്ടത്തിൽ ഇറങ്ങിയിട്ടാണ് വെള്ളം. അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടെ കുറച്ച് എന്താ പറയുക ആമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം കേട്ടോ. സമയം ഇപ്പോൾ ഏകദേശം ഒരു 3 മണിയുടെ അടുത്താണ്. അത് നല്ല വെയിലുണ്ട്, ഒരു രക്ഷയില്ല, ഭയങ്കര വെയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ എടുക്കാൻ നോക്കാം. ഇതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ പൊടിമീൻ നിറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചു തരാം, കാണുന്നുണ്ടോ അറിയില്ല. ഇഷ്ടംപോലെ നല്ല രീതിയിൽ പൊടിമീൻ ഉണ്ട് കേട്ടോ, നല്ല രീതിയിൽ പൊടിമീനുണ്ട്. പിന്നെ വെള്ളമൊക്കെ നല്ല രീതിയിൽ പറ്റി. ഇവിടെയൊക്കെ ആമ്പൽ കാണുന്നുണ്ട്. കണ്ടല്ലോ, ചെറുതായിട്ട് നമുക്ക് കിട്ടാൻ തോന്നില്ല കേട്ടോ. അത് നമ്മൾ എടുത്തിട്ടുണ്ട്, അത്യാവശ്യം വലിയ ചോടാണ്ടത്. അപ്പോൾ വീട്ടിൽ പോയിട്ട് നല്ല രീതിയിൽ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആമ്പലം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി വീട്ടിൽ പോയിട്ട് നോക്കാം. അപ്പോൾ കണ്ടല്ലോ, ഈ ഒരു ബക്കറ്റിലാണ് നമ്മൾ ആ ഒരു പ്ലാന്റഡ് ആ ഒരു പോണ്ട് നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പരിപാടി. അപ്പോൾ നമ്മൾ എടുത്ത ആമ്പൽ കുറച്ച് വലുതാണ്, അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ബക്കറ്റ് വലിയ കുഴപ്പമൊന്നുമില്ല, വേറെ മുളകോ കാര്യങ്ങളൊന്നുമില്ല, പൊട്ടിയിട്ടൊന്നുമില്ല, ഓക്കെയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ബക്കറ്റും കാര്യങ്ങളൊന്നും കഴുകാം. അതേപോലെ തന്നെ നമുക്ക് ആമ്പലും കുറച്ച് വൃത്തിയാക്കാനുണ്ട്, നല്ല രീതിയിൽ ചെളിയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് വെള്ളം നിറച്ചിട്ട് മീനിനെ ഇടാം കേട്ടോ. Summer days burn me out, love just brings me down. Cold inside like winter leaves that slowly leave the ground. Hey, you come back, I wanna give you a chance. Love me like you used to, so we can learn again. The skin is getting brown, baby, drink your night away. Maybe we will not regret it, you will not regret me. Laying down under the sun, burning love cause we are young. No one tells us what's done wrong, cause it's just me and you. Yeah, it's just me and you. Yeah, it's just me and you.
അപ്പോൾ ഇതിൽ നമ്മൾ അത്യാവശ്യം ഇലയും കാര്യങ്ങളൊക്കെ തണ്ടടക്കം നമ്മൾ വെട്ടി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏറ്റവും ചെറിയ 1-2 തണ്ട് മാത്രം നമ്മൾ നിലനിർത്തിയിട്ട് ബാക്കിയെല്ലാം കളഞ്ഞു. കാരണം നമുക്ക് അത്രയും ഹൈറ്റിൽ വെള്ളം നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിയ നീളമുള്ള തണ്ടുകളൊക്കെ വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ വെട്ടിയിട്ട് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഈ ഒരു പാത്രത്തിലാണ് നമ്മുടെ ആമ്പൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ആമ്പൽ വെച്ചിട്ട് കുറച്ച് മണ്ണും കൂടി നിറച്ചതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് കുറച്ച് ബേബി ജെല്ലി കൂടി ഇട്ടിട്ടാണ് നമ്മൾ വെള്ളം നിറക്കുന്നത്. നമ്മൾ ഡയറക്റ്റ്ലി ബക്കറ്റിൻ്റെ താഴെ വെക്കാത്തത് എന്താ വെച്ചാൽ വെള്ളം നല്ല രീതിയിൽ കലങ്ങാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യുമ്പോഴും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മണ്ണും കാര്യങ്ങളൊക്കെ നിറച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൽ പൊട്ടിച്ചിടുന്ന മണ്ണ് എവിടുന്നാണെന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്ന പോലെ ഇതേപോലെ തന്നെ പ്ലാസ്റ്റിക് ബാഗുകളിൽ നമ്മൾ മുമ്പ് ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ട് കുറച്ച് ചാണകപ്പൊടി മണ്ണൊക്കെ മിക്സ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെടിയൊക്കെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഉണങ്ങിപ്പോയതിന് ശേഷം പിന്നെ അത് അവിടെ മതിലിൻ്റെ സൈഡിലായിട്ട് അവിടെ മൂലക്ക് തന്നെ വെറുതെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ടാണ് നമ്മളിതിൽ മണ്ണ് നിറക്കുന്നത് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്. കാരണം ചാണകപ്പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ചെടി കുറച്ചുകൂടി നല്ല രീതിയിൽ വളരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിനി ഇതിന് മുകളിൽ കുറച്ച് ബേബി ജെല്ലിയും കാര്യങ്ങളൊക്കെ വാരി ഇടാൻ പോകുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ബക്കറ്റിലേക്ക് വെള്ളം നിറക്കുന്ന സമയത്ത് മണ്ണ് മാത്രമാണെങ്കിൽ വെള്ളം നല്ല രീതിയിൽ കലങ്ങി വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ബേബി ജെല്ലിയും കാര്യങ്ങളൊക്കെ ഇടുന്നത്. മണൽ മുകളിലേക്ക് ഇടാനായിരുന്നു പ്ലാൻ, പക്ഷേ മണലില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ബേബി ജെല്ലി യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബക്കറ്റിൽ നല്ല രീതിയിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ചു. അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും കുറേ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കണം കേട്ടോ. പിന്നെ വെള്ളത്തിന് ഓൾറെഡി കുറച്ച് കലക്കുണ്ട്. അത് നമ്മൾ വെള്ളം കുറച്ച് നേരം അങ്ങനെ നിർത്തിയാൽ തന്നെ ആ കലക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പോകും. പൊടിയൊക്കെ ഒന്ന് സെറ്റിൽഡായിട്ട് എന്താ പറയുക കലക്കൊക്കെ കുറേ മാറും കേട്ടോ. അപ്പോൾ ഈ കലക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ മീനെ ഇറക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ബാക്കിയുള്ള കുറച്ച് വാട്ടർ പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇതിലേക്ക് ഇടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഏതായാലും ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം വെള്ളം ഒന്ന് സെറ്റിലാകാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം 1 മണിക്കൂറിന് ശേഷം നമ്മുടെ വെള്ളമൊക്കെ അത്യാവശ്യം ക്ലിയർ ആയിട്ടുണ്ട്, കലക്കൊക്കെ പോയിട്ടുണ്ട് അത്യാവശ്യം. അപ്പോൾ നമുക്ക് നമ്മുടെ പഴയ മീൻ വെച്ചിരുന്ന ആ ഒരു വെജിറ്റബിൾ ട്രേ കൊണ്ടുവരാം. എന്നിട്ട് അതിൽ നിന്നും നല്ല മീനും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് പ്ലാന്റ്സും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിലേക്ക് ഇടാം കേട്ടോ. വെള്ളം ഒന്ന് കലക്കൊക്കെ കുറഞ്ഞ് സെറ്റായി വന്നപ്പോഴേക്കും ഇതാ മുകളിൽ കുറച്ചുകൂടി പൊടി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് ക്ലീൻ ചെയ്യാം. പിന്നെ വെള്ളത്തിൽ കുറച്ചൊരു എണ്ണക്കറ പോലെ ചെറിയ രീതിയിലൊക്കെ കാണുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ അവിടെ കണ്ടത്തിലൊക്കെ നല്ല രീതിയിൽ എണ്ണ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേ ബി അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. അപ്പോൾ നമുക്ക് ഏതായാലും കഴിയുന്നത്ര മാക്സിമം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം പ്ലാന്റ്സും അതേപോലെ മീനിനെയും ഇതിലേക്ക് മാറ്റിയിടാം. അപ്പോൾ നമ്മുടെ ട്രേയുടെ അകത്ത് കണ്ടല്ലോ, ഇതിൽ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞാണ്, കാരണം തിങ്ങി നിറഞ്ഞ് കുറേയൊക്കെ ചീഞ്ഞ് പോകാൻ തുടങ്ങിയിരുന്നു. വെള്ളത്തിൻ്റെ കണ്ടീഷനും മോശമാകുന്നുണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലുള്ള കാര്യമാണ് അത്യാവശ്യം പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ചെറിയൊരു ബക്കറ്റ് കൊണ്ട് സെറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളത്.
അപ്പോൾ ആദ്യം നമുക്ക് ഇതിലുള്ള കുറേ പൊടി സൈസിലുള്ള കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ആദ്യം ഇതിലേക്ക് മാറ്റാം. അതിന് ശേഷം മാത്രമേ നമ്മൾ വലുതിനെ മാറ്റുന്നുള്ളൂ കേട്ടോ. വലുത് മാറ്റുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് എടുത്ത് കാണിച്ചു തരാം. നമ്മുടെ അടുത്ത് ഇപ്പോൾ ഏകദേശം ഒരു 2 വെറൈറ്റി ഇതിൽ കാണുന്നുണ്ട്. ഇനിയിപ്പം ക്രോസ് ബ്രീഡായിട്ട് വേറെയും കുറേ വെറൈറ്റി വരുമോ എന്നറിയില്ല. പക്ഷേ കറൻ്റ് ഇപ്പോൾ ഒരു 2 വെറൈറ്റി നമ്മുടെ കയ്യിൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ എടുത്തത് നമ്മുടെ കയ്യിലുള്ള ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ പേര് എനിക്കെന്താണെന്ന് അറിയില്ല. അറിയുന്നവരെന്തായാലും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും ഇതിനെ റിലീസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്കിലെ ഏറ്റവും വലിയ ഫീമെയിൽ കേട്ടോ. ബാക്കിയെല്ലാം ഇതിനേക്കാളും ചെറുതാണ്. അപ്പോൾ നമുക്ക് ഇതിനെയും റിലീസ് ചെയ്യാം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ അടുത്ത് ഒരു 3-4 പീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു വെറൈറ്റി ഐറ്റം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അത്യാവശ്യം നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു 2 പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി ഉണ്ടായതൊക്കെ ചത്തുപോയി. മുമ്പ് ഒരു 3-4 പീസിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ചത്തുപോയി. അപ്പോൾ അതിനെ നമ്മൾ ടാങ്കിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിൻ്റെ ടെയിൽ കാണാം, കുറച്ചുകൂടി ലെങ്ത്തുള്ള ടെയിലാണ് മറ്റുള്ളതിനെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ബക്കറ്റ് പോണ്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീനുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് നീന്തി കളിക്കുന്നുണ്ട്. നമുക്കിനിയിപ്പോൾ ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ ആമ്പലിൻ്റെ ആ ഇലയും കാര്യങ്ങളും പൂവും കാര്യങ്ങളൊക്കെ ഒന്ന് വന്നു കൊടുക്കും. അപ്പോൾ കുറച്ചുകൂടി കാണാൻ ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് മീനിന് കുറച്ചൊന്ന് തീറ്റ ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ലാസ്റ്റ് പരിപാടി എന്താ വെച്ചാൽ, ഒരു നെറ്റ് ഉപയോഗിച്ച് നമ്മുടെ ടാങ്കിൻ്റെ മുകളിൽ നല്ല രീതിയിൽ കെട്ടിവെക്കുക. അതായത് പുറത്തുനിന്ന് ഒന്നും ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ നല്ല രീതിയിൽ കെട്ടിവെക്കുക. പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഇങ്ങനെ ഓപ്പണായിട്ട് വെക്കുന്ന സമയത്തൊക്കെ തവളയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ കയറിക്കഴിഞ്ഞാൽ പിന്നെ മീനിൻ്റെ കാര്യം നോക്കണ്ട, മൊത്തത്തിൽ തീരുമാനമാക്കി കളയും.